Today we can discuss some problems in probability. So we can read out the question. A die is rolled. If x is the number shown on the die, 7x coins are tossed. If y is the number of heads, xy pair is recorded. Write down the sample space of the experiment. സോ ഇവിടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഡൈ ടോസ് ചെയ്യുന്ന അല്ലെ ഡൈ ത്രോ ചെയ്യുന്നതാണ്. സോ അതിൽ ഡൈ ത്രോ ചെയ്യുമ്പം നമുക്കറിയാം 1 to 6 വരെയുള്ള നമ്പേഴ്സ് ആണ് സാമ്പിൾ സ്പേസിൽ വരിക. ഓക്കെ, സപ്പോസ് എക്സ് ഇസ് ദ നമ്പർ ഷോൺ ഓൺ ദ ഡൈ 7x കോയിൻസ് ആർ ടോസ്റ്റ്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഡൈ ത്രോ ചെയ്യുമ്പം അപ്പിയർ ചെയ്യുന്ന നമ്പറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആണ് ആ നമ്പർ എന്നുണ്ടെങ്കിൽ 7x കോയിൻസ് ടോസ് ചെയ്യും. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് വരാം. ഓക്കെ, അപ്പോൾ 7 ഇൻറ്റു എക്സ് കോയിൻസ് ആണ് ടോസ് ചെയ്യുക. എക്സ് ഈക്വൽ ടു 1 ആകുമ്പം 7 കോയിൻസ്, എക്സ് ഈക്വൽ ടു 2 ആകുമ്പം 7 ഇൻറ്റു 2 ദാറ്റ് ഇസ് 14 കോയിൻസ് ആർ ടോസ്റ്റ്. അങ്ങനെ എക്സിന് 6 വരെയുള്ള നമ്പർ വരാം. സോ 7 ഇൻറ്റു 6 ഈക്വൽ ടു 42 കോയിൻസ് ആർ ടോസ്റ്റ്. And also here y denotes number of heads obtained. Okay, so xy pair അസ്യൂം ചെയ്യാവുന്ന വാല്യൂസിനെ സാമ്പിൾ സ്പേസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എക്സ് 1 to 6 വരെയുള്ള നമ്പേഴ്സാണ് അസ്യൂം ചെയ്യാമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. സോ എക്സ് 1 ആകുമ്പം 7 ഇൻറ്റു 1 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ 7 കോയിൻസ് ടോസ് ചെയ്യുമ്പം വൈ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. വൈ ഏതൊക്കെ വാല്യൂസിന് അസ്യൂം ചെയ്യാൻ പറ്റും? 1 മുതൽ 7 ഹെഡ്സ് വരെ വരാം അല്ലേ? സോ അതുകൊണ്ടാണ് ആ ഫസ്റ്റ് നമ്മൾ 1 1 1 2, അതായത് എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് 1 എന്ന് പറഞ്ഞിട്ട് ഓരോ പെയറിലും ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. വൈൻ്റെ പ്ലേസിൽ നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. സോ അത് 1 മുതൽ 7 വരെയുള്ള വാല്യൂസ് വരാം. അതുപോലെ 2 ആണ് എക്സ് അപ്പിയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 7 ഇൻറ്റു 2 14 കോയിൻസ് ടോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ 1 മുതൽ 14 ഹെഡ്സ് വരെ അപ്പിയർ ചെയ്യാം. ഓക്കെ, അതാണ് 2 1 2 2 2 3 എക്സെട്ര 2 4. അതുപോലെ 3 കോയിൻസ് ടോസ് ചെയ്യുമ്പം 3 ഇൻറ്റു 7 അല്ലെങ്കിൽ 7 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 21 കോയിൻസ് ടോസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ വൈക്ക് 1 to 21 വരെയുള്ള വാല്യൂസ് വരുന്നതാണ്. ഓക്കെ, അതുപോലെ ഇനി 4 ആണ് എക്സിൻ്റെ പ്ലേസിൽ എന്നുണ്ടെങ്കിൽ 7 ഇൻറ്റു 4 ദാറ്റ് ഇസ് 28 കോയിൻസ് ടോസ് ചെയ്യും. സോ 28 കോയിൻസ് ടോസ് ചെയ്യുമ്പം 1 to 28 വരെ നമ്പർ ഓഫ് ഹെഡ്സ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് 4 1 4 2 4 3 എക്സെട്ര അപ് ടു 4 8. അതുപോലെ 5 ആവുമ്പം 7 ഇൻറ്റു 5 ദാറ്റ് ഇസ് 35 കോയിൻസ് ടോസ് ചെയ്യും. സോ 1 ഇൻറ്റു 1 to 35 വരെ നമ്പർ ഓഫ് ഹെഡ്സ് ഒക്കർ ചെയ്യാം. സോ എക്സിൻ്റെ പ്ലേസിൽ 5, വൈൻ്റെ പ്ലേസിൽ 1 to 35 വരെയുള്ള നമ്പേഴ്സ്. നെക്സ്റ്റ് എക്സ് 6 ആണെങ്കിൽ 7 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 42 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. സോ 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം, എക്സെട്ര അപ് ടു 42 ഹെഡ്സ് ക്യാൻ ഒക്കർ. ഓക്കെ, സോ ദിസ് ഈസ് ദി സാമ്പിൾ സ്പേസ്. സോ ഈ സാമ്പിൾ സ്പേസ് എഴുതാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If A1, A2, A3 are 3 events which are exhaustive, show that B1 equal to A, B2 equal to A1 complement intersection A2, B3 equal to A1 complement intersection A2 complement intersection A3 are exhaustive and mutually exclusive. So ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് A1, A2, A3 എന്ന് പറയുന്നത് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് ആണെന്നാണ് പറഞ്ഞത്. സോ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ആ സെറ്റ്സിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് കിട്ടണം. ഓക്കെ, അതായത് A1 യൂണിയൻ A2 യൂണിയൻ A3 ഈക്വൽ ടു സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അത് എക്സ്ഹോസ്റ്റീവ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ B1 B2 B3 എക്സ്ഹോസ്റ്റീവ് ആണ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ എക്സ്ഹോസ്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ B1 യൂണിയൻ B2 യൂണിയൻ B3 ഈക്വൽ ടു സാമ്പിൾ സ്പേസ് എന്ന് കിട്ടണം. അതുപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് കിട്ടണമെങ്കിൽ ഈ B1 B2 B3ൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പം അവിടെ നൾ സെറ്റ് അല്ലെങ്കിൽ 5 കിട്ടണം. ഓക്കെ, so that is we have to prove here.
സോ ഫസ്റ്റ് നമുക്ക് എക്സ്ഹോസ്റ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യാം. സോ അതിൻ്റെ യൂണിയൻ നമുക്ക് സാമ്പിൾ സ്പേസ് ആണോ കിട്ടുന്നത് നോക്കാം. സോ B1 യൂണിയൻ B2 യൂണിയൻ B3. സോ ക്വസ്റ്റ്യനിൽ B1 എന്ന് പറയുന്നത് A1 ആണ്. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. യൂണിയൻ B2, നമ്മുടെ ക്വസ്റ്റ്യനിൽ B2 എന്താണ്? A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2. സോ അതിനെ ഇവിടെ എഴുതി. ഇനി യൂണിയൻ B3 നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A3. ഓക്കെ, സോ B3ൻ്റെ പ്ലേസിൽ നമ്മൾ അതിനെയും എഴുതി. ഓക്കെ, ഇനി A1 യൂണിയൻ A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 ആണ്. സോ ഈ യൂണിയനെ ഇൻസൈഡ് ബ്രാക്കറ്റിലുള്ള സെറ്റ്സിനെ അപ്ലൈ ചെയ്യുന്നു. സോ A1 യൂണിയൻ A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ, അതാണ് ഇത്, A1 യൂണിയൻ A2. ഓക്കെ, ഇനി യൂണിയൻ ബാക്കി ഈ ഒരു സെറ്റിന് ഇവിടേക്ക് അതുപോലെ തന്നെ എഴുതി. ഇനി ഇത് നോക്കുക, A1 യൂണിയൻ A1 കോംപ്ലിമെൻറ്റ്, ഉള്ളതും എയിലില്ലാത്തതും എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. എയിലുള്ളതും രണ്ടും കൂടിയിട്ടുള്ളതാണ്. A1 യൂണിയൻ A1 കോംപ്ലിമെൻ്റ് എന്നാണ് പറഞ്ഞത്. എയിലുള്ളതും എയിലില്ലാത്തതും അതെന്ന് പറഞ്ഞാൽ ഹോൾ സാമ്പിൾ സ്പേസ് തന്നെയാണ്. ദാറ്റ് ഈസ് എസ്. പിന്നെ ഇൻ്റർസെക്ഷൻ A1 യൂണിയൻ A2, അതിനങ്ങനെ തന്നെ എഴുതി. യൂണിയൻ നെക്സ്റ്റ് വൺ അതുപോലെ തന്നെ എടുത്തെഴുതി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, സാമ്പിൾ സ്പേസിലും A1 യൂണിയൻ A2ലും കോമൺ ആയിട്ട് വരുന്നത്, ഇൻ്റർസെക്ഷനാണ് പറയുന്നത്, കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? A1 യൂണിയൻ A2 ആണ്. സാമ്പിൾ സ്പേസിലും ഈ ഒരു A1 യൂണിയൻ A2ലും കൂടി കോമൺ ആയിട്ട് വരുന്നത് A1 യൂണിയൻ A2 തന്നെയാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ വെൻ ഡയഗ്രാം വരച്ചിട്ട് കൺഫേം ചെയ്യാം കേട്ടോ. യൂണിയൻ. ഇനി ഇതിനെ മാത്രം നോക്കാം, A1 കോംപ്ലിമെൻറ്റ് A2 കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇതിന് കോംപ്ലിമെൻ്റ് ഇല്ല. സോ ഇതിന് രണ്ടിനും മാത്രമാണ് കോംപ്ലിമെൻ്റ് ഉള്ളത്. A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A1 ഇവിടെ ഇൻ്റർസെക്ഷൻ അല്ലേ, സോ A1 യൂണിയൻ A2ൻ്റെ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ഇൻ്റർസെക്ഷൻ A3. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ യൂണിയനെ ഈ രണ്ടെണ്ണത്തിനും അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, A1 യൂണിയൻ A2 യൂണിയൻ A1 യൂണിയൻ A2 കോംപ്ലിമെൻറ്റ്, അതാണ് ഈ എഴുതിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്താ വരിക? ഇൻ്റർസെക്ഷൻ A1 യൂണിയൻ A2 യൂണിയൻ A3. ഓക്കെ, ഇനി ഇത് നോക്കുക, A1 യൂണിയൻ A2ലും A1 യൂണിയൻ A2 കോംപ്ലിമെൻറ്റിലും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്? സാമ്പിൾ സ്പേസ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു എയിലുള്ളതും എയിലില്ലാത്തതും എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. A1 യൂണിയൻ A2 യൂണിയൻ A1 യൂണിയൻ A2 കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് തന്നെയാണ്. ഇനി അടുത്തത് നോക്കുക, A1 യൂണിയൻ A2 യൂണിയൻ A3. ഓക്കെ, 3 സെറ്റ്സും വരുന്നുണ്ട്, അതും എന്താണ്? സാമ്പിൾ സ്പേസ് തന്നെയാണ്. ഓക്കെ, സോ അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ്. സോ B1 യൂണിയൻ B2 യൂണിയൻ B3 എന്നുള്ളത് സാമ്പിൾ സ്പേസ് ആണെന്ന് നമുക്ക് കിട്ടി. സോ B1 B2 B3 ആർ എക്സ്ഹോസ്റ്റീവ്. ഓക്കെ, നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഈക്വൽ ടു 5 ആണോ കിട്ടുന്നതെന്ന് നോക്കണം. എഗെയിൻ B1 B2 B3നെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഇൻ്റർസെക്ഷനാണ്, ഇവിടെയും ഇൻ്റർസെക്ഷനാണ്. സോ അതിന് ഒരുമിച്ച് എഴുതാൻ പറ്റും. A1 ഇൻ്റർസെക്ഷൻ, ഇങ്ങനെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. A1 ഇൻ്റർസെക്ഷൻ A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A2 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ A3. ഓക്കെ, സോ A1 ഇൻ്റർസെക്ഷൻ A1 കോംപ്ലിമെൻറ്റ്, A1ലും A1 കോംപ്ലിമെൻറ്റിലും കൂടി കോമൺ ആയിട്ട് എന്താണ് വരിക? ഒന്നും വരില്ല അല്ലേ? A1ൽ ഇല്ലാത്തതും അതിൻ്റെ കോമൺ ആയിട്ട് ഒന്നും വരില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ 5 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A1 ഇതിനങ്ങനെ തന്നെ എഴുതി. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നോക്കുക, A5 നൾ സെറ്റിലും A2ലും കൂടി കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? നൾ സെറ്റ് തന്നെയാണ്. ഓക്കെ, നൾ സെറ്റിലും A2ലും കൂടി കോമൺ ആയിട്ടൊന്നും വരില്ല. അപ്പോൾ അതിനെ 5 തന്നെ എഴുതി. ഇൻ്റർസെക്ഷൻ ഈ സെറ്റിന് അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതിൽ രണ്ടും
കോമൺ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അഗെയിൻ നൾ സെറ്റ്. സോ നമുക്കിവിടെ B1 ഇൻ്റർസെക്ഷൻ B2 ഇൻ്റർസെക്ഷൻ B3 എന്നുള്ളത് നൾ സെറ്റ് എന്ന് കിട്ടി. സോ B1 B2 B3 ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. In a swimming race, the odds that A will win are 2 to 3 and the odds that B will win are 1 to 4. Find the probability and odds that A or B wins the race. So odds in ഫേവറും odds against ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതിൽ ഡയറക്റ്റായിട്ട് എല്ലാം തന്നിട്ടുണ്ട്. എ വിൻ ചെയ്യാനുള്ള ഇൻ എ സ്വിമ്മിങ് റേസ് ദി ഓഡ്സ് ദാറ്റ് എ വിൽ വിൻ എന്ന് പറയുന്നത് 2 to 3 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് എ എന്തായിരിക്കും? 2/2 + 3 ആണ്. ദാറ്റ് ഇസ് 2/5. ആൻഡ് ദി ഓഡ്സ് ദാറ്റ് ബി വിൽ വിൻ ആർ 1 to 4. സോ ബി വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ഇവിടെ ഓഡ്സ് ആണ് തന്നിട്ടുള്ളത്. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/1 + 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/5. Question is, find the probability and odds that A or B wins the race. So ആദ്യം പ്രോബബിലിറ്റി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. A or B. A or B means probability of A union B. ഓക്കെ, സോ ഇവിടെ എ വിൻ ചെയ്യുന്നതും ബി വിൻ ചെയ്യുന്നതും എന്ന് പറയുന്ന ഇവൻറ്റ്സ് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് അല്ലേ? അങ്ങനെയാവുമ്പം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. സോ 2/5 + 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5. ഓക്കെ, അതുപോലെ ഓഡ്സിൻ്റെ ഫോമിലും എഴുതണം. സോ ഓഡ്സ് ദാറ്റ് എ ഓർ ബി വിൻസ് ആർ 3 to 2. ഓക്കെ, 3/5 എന്നല്ലേ നമുക്ക് പ്രോബബിലിറ്റി കിട്ടിയത്. സോ 3 to ഡിനോമിനേറ്ററിൽ 5 ആണ്. സോ 3 to 2. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓഡ്സ് എഴുതുക. സോ ഡയറക്റ്റായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഓൾസോ വെരി സിമ്പിൾ ആൻഡ് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് നമ്മുടെ അഡീഷൻ തിയറം അല്ലെങ്കിൽ സെറ്റ് തിയറിയിൽ വരുന്ന ചെറിയ ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ വി ക്യാൻ റീഡ് ഔട്ട് ദി ക്വസ്റ്റ്യൻ. ഗിവൺ പ്രോബബിലിറ്റി ഓഫ് എ ഇസ് 0.30, പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് 0.78 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.16. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. And second one, probability of A complement union B complement. Third one, probability of A intersection B complement. So first sub question എന്ന് പറയുന്നത് A complement intersection B complement ആണ്. സോ അതിനെ നമുക്ക് A union B whole complement എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 - പ്രോബബിലിറ്റി ഓഫ് എ ആണ്. അതുപോലെ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇനി പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിക്ക് നമ്മുടെ അഡീഷൻ തിയറം അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 - പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.08. So probability of A complement intersection B complement is equal to 0.08. Second sub question is probability of A complement union B complement. So A complement union B complement എന്ന് പറയുന്നത് A intersection B whole complement ആണ്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലും സെക്കൻഡ് ക്വസ്റ്റ്യനിലും നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ള സ്റ്റെപ്പ് ഒന്ന് നല്ലോണം ബൈ ഹാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ദാറ്റ് ഇസ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. സോ നമുക്കറിയാം കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 - പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി is given in the question, that is 0.16. So 1 - 0.16, 0.84 is the answer. Next, third sub question, that is probability of A intersection B complement. A intersection B complement എന്ന് പറഞ്ഞാൽ
എയിൽ ഉള്ളതുമായിരിക്കണം ബിയിൽ ഇല്ലാത്തതുമായിരിക്കണം. സോ എൻ്റെ നമുക്ക് വെൻ ഡയഗ്രം വരച്ചാൽ മനസ്സിലാവും എയും ബിയും ഇവിടെ ക്വസ്റ്റ്യനിൽ ഡിസ്ജോയിൻ്റ് ആണെന്നൊന്നും തന്നിട്ടില്ല. എ ഇൻ്റർസെക്ഷൻ ബിക്ക് വാല്യൂ ഉണ്ട്. അപ്പോൾ രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും. സോ എയിൽ ഉള്ളതും ബിയിൽ ഇല്ലാത്തതും എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർസെക്ഷൻ പാർട്ടിനെ എന്ന് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാൻ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ദാറ്റ് ഈസ് 0.30 മൈനസ് 0.16 വിച്ച് ഈസ് ഈക്വൽ ടു 0.14. സോ ദിസ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്നും ട്വിസ്റ്റഡ് ആയിട്ടൊന്നും ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ വി ക്യാൻ റീഡ് ഔട്ട് ദി ക്വസ്റ്റ്യൻ. ദി പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് passes statistic test is 2/3 and probability that he passes both statistics and mathematics test is 14/45. Probability that he passes at least one test is 4/5. What is the probability that he passes mathematics test? So ഈ ക്വസ്റ്റ്യനിൽ മാത്സ് പേപ്പറിലും സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറിലും ഒരു സ്റ്റുഡൻറ്റ് പാസ്സാവാനുള്ള പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/3 ആണ്. അതാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 2/3 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് എയും ബിയും വേണമെങ്കിൽ കൊടുക്കാം. എ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും ബി എന്ന് പറയുന്നത് മാത്സ്, അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എസ് എന്നാണ്. ദാറ്റ് ഈസ് probability that a student passes statistic is 2/3. that is probability of S is equal to 2/3. പിന്നെ തന്നിട്ടുള്ളത് probability that he passes both stat and math രണ്ടും, that means intersection, that is probability of S intersection M രണ്ടും പാസ്സാവാനുള്ള പ്രോബബിലിറ്റി. അത് എത്രയാണ്? 14/45. ഇനി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് the probability that he passes at least one test is 4/5. at least എന്ന് പറയുമ്പോൾ തന്നെ അവിടെ യൂണിയൻ ആണ് വരിക, അല്ലേ? സോ പ്രോബബിലിറ്റി ഓഫ് എസ് യൂണിയൻ എം ഇസ് ഈക്വൽ ടു 4/5. Question is to find probability that he passes mathematics test. സോ ഇവിടെ നോക്കുക, പ്രോബബിലിറ്റി ഓഫ് എസ് തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എം, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എസ് യൂണിയൻ എമ്മും തന്നിട്ടുണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് എം ഫൈൻഡ് ചെയ്യാൻ നമുക്ക് അഡീഷൻ തിയറം യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ ഇവിടെ എൻ്റെ പ്ലേസിൽ എസും ബിൻ്റെ പ്ലേസിൽ എം മാത്തമാറ്റിക്സും ആണ് എടുത്തിട്ടുള്ളത്. സോ പ്രോബബിലിറ്റി ഓഫ് എസ് യൂണിയൻ എം ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എം മൈനസ് പ്രോബബിലിറ്റി ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എം. ഓക്കെ, അതിന്ന് പ്രോബബിലിറ്റി ഓഫ് മാത്തമാറ്റിക്സിന് നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 70/135. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ എനി ടു ഇവൻറ്റ്സ് ഷോ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് 1 and that for 3 events A, B, C show that probability of A intersection B intersection C greater than or equal to probability of A plus probability of B minus probability of B plus probability of C minus 2. Okay, സോ ഇത് നമ്മൾ ഓൾറെഡി ബോൾസ് ഇനീക്വാലിറ്റിയിൽ ഇൻ്റർസെക്ഷൻ്റെ കേസ് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടപ്പം അതിനെ സെപ്പറേറ്റ് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. സോ വി ഹാവ് നമ്മൾ അഡീഷൻ തിയറം എഴുതി. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ ഏതൊരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എടുത്താലും അത് മാക്സിമം 2 വരെ വരുള്ളൂ. അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുത്തത്. അതിൻ്റെ റീസൺ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ സെറ്റ് എ വിൽ ലൈ ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ, സോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഈ 1നെ ഇങ്ങോട്ട് എടുത്തു. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി.
അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് ഇത് ലെസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി -1. സോ ഇതിൽ ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് 3 ഇവൻസിൻ്റെ കേസാണ്. സോ 3 ഇവൻസിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇതിന് ഒരു ഇവൻ്റായിട്ടും, ഇപ്പം രണ്ടെണ്ണത്തിൻ്റെ കേസ് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ, അപ്പോൾ ഇതിന് ഒന്നായിട്ടും ബി ഇൻ്റർസെക്ഷൻ സീന് ഒരു ഇവൻ്റായിട്ടും. അപ്പോൾ 2 ഇവൻസിൻ്റെ കേസ് പോലെ എഴുതി. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി -1. ഓക്കെ, ഈ റിസൾട്ടിനാണ് നമ്മളത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിനങ്ങനെ തന്നെ എഴുതി. ഇനി ഇത് എഗെയിൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 2 ഇവൻ്റാണ്. സോ അതെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി -1. ഓക്കെ, സോ -1 is equal to -2 ആണ്. സോ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി -2. സോ വി ഹാവ് proved the second one also. Okay, next question. A and B are any 2 events in a sample space. Show that probability of A intersection B less than or equal to probability of A less than or equal to probability of A union B less than or equal to probability of A plus probability of B. കുറച്ചൊന്ന് തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക, എ ആൻഡ് ബി എനി 2 ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഡിസ്ജോയിൻ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കതിനെ വെൻ ഡയഗ്രാം ആക്കി വരയ്ക്കുമ്പോഴും എയും ബിയും ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന പോലെ നമുക്ക് ഡ്രോ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആദ്യം തന്നെ എ എന്താണെന്ന് നമ്മൾ എഴുതി. അപ്പോൾ നിങ്ങൾ നോക്കുക, എ എന്താണെന്ന് എഴുതിയിട്ടുള്ളത്. എ എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റ് അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ഈ ഒരു ഇൻ്റർസെക്ഷൻ വരുന്ന സ്പേസും വരും, അതുപോലെ ഈ ഏരിയ എന്ന് പറയുന്നത് എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും. ഓക്കെ, ബിയിൽ ഇല്ലാത്തതും, അതുകൊണ്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ ഒരു എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും എ ഇൻ്റർസെക്ഷൻ ബിയും കൂടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. എ ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ, രണ്ടും കൂടാണ് അല്ലേ, യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഈ രണ്ടിനും പ്രോബബിലിറ്റി എടുത്തു. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് രണ്ടും ഇതും ഈ ഒരു ഇൻ്റർസെക്ഷൻ പാർട്ടും ഡിസ്ജോയിൻ്റ് ആണ് അല്ലേ, രണ്ടിലും കോമൺ ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ യൂണിയൻ്റെ പ്രോബബിലിറ്റീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമ്മളെ ആക്സിയോമാറ്റിക് ഡെഫിനിഷനിൽ വരുന്ന ഒരു ആക്സിയമാണ്. ഓക്കെ, അപ്പം എൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റിയിലോട്ട് ഇതിനെ ആഡ് ചെയ്യുമ്പോഴാണ്. ഇത് എന്തായാലും പോസിറ്റീവാണ് അല്ലേ, ഇതൊരിക്കലും 5 അല്ല. അപ്പോൾ ഇതിനൊരു പോസിറ്റീവായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇൻ്റർസെക്ഷൻ ബിനോട് ഒരു പോസിറ്റീവ് വാല്യൂം കൂടി കൂട്ടുമ്പോഴേ പ്രോബബിലിറ്റി ഓഫ് എ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഈ ഒരു പ്രോബബിലിറ്റീനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. ഓക്കെ, സോ അതുപോലെ നമുക്ക് ബീനെയും എഴുതാൻ പറ്റും. ബി എന്ന് പറയുന്നത് ഈ എ ഇൻ്റർസെക്ഷൻ ബിയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും കൂടിയതാണ്. സോ എഗെയിൻ ഈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ആണ്. സോ ഇതും എഗെയിൻ ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് രണ്ടിനും നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഈ റിസൾട്ടും കൂടി കിട്ടും. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കിട്ടിയ പോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് തന്നെയാണ് ഇത് തിരിച്ചെഴുതിയെന്നുള്ളൂ. ഓക്കെ, ഇതാണ് ലെസ്. അപ്പോൾ അവിടെ നമ്മുടെ ഫസ്റ്റ് വൺ കിട്ടിക്കഴിഞ്ഞു. എ ഇൻ്റർസെക്ഷൻ ബീൻ്റെ പ്രോബബിലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്നുള്ളത് കിട്ടി. ഓക്കെ, അതുപോലെ നമ്മൾ ബീൻ്റെത് എഴുതി. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. സോ ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പം പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് എടുത്തപ്പം അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി നമ്മൾ അതിനെ അവിടെ വെച്ചു. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് അഡീഷൻ തിയറം വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പം ഈ പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം എ യൂണിയൻ ബീൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോബബിലിറ്റീനോട് ഒരു പോസിറ്റീവ് നമ്പറാണ് അല്ലേ, പോസിറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോഴേ എ യൂണിയൻ ബീൻ്റെ പ്രോബബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാ ഗ്രേറ്റർ? ഇതാണ് ഗ്രേറ്റർ അല്ലേ. സോ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടീഷനും കിട്ടി. എ യൂണിയൻ ബീൻ്റെതാണ് ഗ്രേറ്റർ. ഓക്കെ, ഇങ്ങോട്ടല്ലേ സൈൻ കിടക്കുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ. അപ്പോൾ അതവിടെ കിട്ടി. ഓക്കെ, ഇനി നോക്കുക, ഈ ഒരു അഡീഷൻ തിയറം തന്നെ നോക്കുക. എ യൂണിയൻ ബീൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബിന്ന് എന്തോ ഒന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ഗ്രേറ്റർ? എ യൂണിയൻ ബി ആണോ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആണോ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. കാരണം ഇതിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പം ഇതാണ് ഗ്രേറ്റർ വെൻ കമ്പയർഡ് ടു എ യൂണിയൻ ബി. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ലാസ്റ്റ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിതെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് ഫ്രം 1, 3 and 4 we get the inequality, that is probability of A intersection B less than or equal to probability of A less than or equal to probability of A union B less than or equal to P of A plus P of B.